നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് കാണിച്ചു തരുന്നത് എൻ്റെ അടീനിയം, മഴയത്തുള്ള അടീനിയത്ത് അതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അതായത് ആ മഴയത്തിരിക്കുന്ന അടീനിയത്തിൽ ഒരു 10-40 വലിയ ചെടികൾ ഇവിടെ മഴയത്തിരിക്കുന്നുണ്ട്. എനിക്കത് താഴേക്ക് എടുത്ത് കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല ഒന്നാമത്. രണ്ടാമത്, അത് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലാണ് ഞാൻ റീപോർട്ട് ചെയ്തത്. കാരണം ആ സമയത്ത് കവറൊക്കെ പൊട്ടിയ സമയത്തും പിന്നെ നമ്മളെ നിലത്ത് കുറച്ച് ചെടികളുണ്ടായിരുന്നു. ആ നിലത്തുള്ള ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മഴ കൂടിയ സമയത്ത് അതെല്ലാം പറിച്ചെടുത്ത് ഞാൻ കവറിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു, ഫംഗസ് വരാതിരിക്കാൻ ഞാൻ എല്ലുപൊടി ഒന്നും ഒരു വളം ഉപയോഗിച്ചില്ല. വെറും ചുവന്ന മണ്ണ്, ആഴത്തിൽ നിന്നും ഒരു കുഴി കുത്തിയ സമയത്ത് കിട്ടിയ ആഴത്തിൽ ഉള്ള തരിയുള്ള മണൽ കലർന്ന ഒരു മണ്ണ്, അത് മാത്രം അതിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ചില ചട്ടിയിൽ മാത്രം അതിൻ്റെ ശേഷം ഞാൻ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആ ചെടിയുടെ മണ്ണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മണ്ണ് ഹാർഡാണ്, നല്ല ഉറച്ചിരിക്കുകയാണ്. വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം അതിലേക്ക് വരുന്നത് വെള്ളം സൈഡിലൂടെ ഊർന്നു പോകുന്ന പോലെ. എൻ്റെ വീട്ടിലുള്ള 7-8 കൊല്ലമായ ഒരു ചെടി ഇരിക്കുന്നുണ്ട്, ഒരു മൺചട്ടിയിലാണ്. ആ മൺചട്ടിയിലുള്ള ചെടിക്ക് ഇപ്പോഴും അതിൽ വെള്ളം കെട്ടി നിൽക്കും മുകൾ ഭാഗത്ത്, എന്നിട്ട് ഓവറായ ഒലിച്ചു പോകും. ഈ ചെടികളൊക്കെ നമുക്ക് അടീനിയം മഴക്കാലത്ത് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ, ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ടുള്ള ചെടികളെ സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ചെയ്യേണ്ടത് ഈ ഇടയ്ക്കിടയ്ക്ക് റീപോർട്ട് ചെയ്യലും ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി വളർത്തി കൊടുക്കരുത്. ബോണ്ടായിരിക്കണം, വേരും മണ്ണും കൂടി ബോണ്ടായിരുന്നാൽ മഴയത്തിരുന്നാലും ചെടികൾക്ക് സ്ഥലം. അത് വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ നന്നായി പോട്ടിംഗ് മിക്സ് ഇട്ടിട്ട് എയറേറ്റഡ് പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ച് വയ്ക്കുന്ന ചെടികളുണ്ടാവില്ലേ, അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കേടുവരും. കാരണം വെള്ളം വേരും കൂടെ ഒലിച്ചു പോവുക. ഇത് ബോണ്ടായി, വേരും മണ്ണും കൂടി ബോണ്ടായി കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ ലെയറിൻ്റെ ഉള്ളിലായി വേര് ഒട്ടി നിൽക്കുക, അമർന്ന് കോൺക്രീറ്റ് പോലെ. അപ്പോൾ വേരുമിക്ക് പിന്നെ വെള്ളം അങ്ങോട്ട് ഒലിച്ച് ചെല്ലുമ്പോഴാണല്ലോ ഇത് ഫംഗസും വരിക, ഈർപ്പം കൂടിയിട്ട് കേടുവരിക. അതാണ് മണ്ണ് മാത്രം ഇട്ട് ചട്ടിയിൽ ഫുൾ സെറ്റായ 3-4 കൊല്ലമായ ചെടികളൊന്നും മഴയത്ത് വെച്ചാലും കേടുവരാത്തത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ മണ്ണിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒലിച്ചു പോകരുത്, മണ്ണിൻ്റെ സൈഡിലൂടെ ഒലിച്ചു പോകാനുള്ള തരത്തിൽ അത്രയും തിക്കായ രീതിയിൽ ബോണ്ടായി നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ വർഷം റീപോർട്ട് ചെയ്യൽ ഒഴിവാക്കുക. എന്നിട്ട് ഒരു 3 വർഷം കൂടുമ്പോൾ റീപോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കുക. ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. നമ്മളുടെ മഴയത്തിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ചെടിയുടെ വളർച്ച നിങ്ങൾ കണ്ടു, 1 വർഷമായിട്ടുള്ളൂ കേട്ടോ, കൃത്യം 1 വർഷം. ഞാൻ ചീര നട്ട ഗ്രോ ബാഗിൽ വെച്ചതാണ്. ഒരു വിത്ത് ഞാൻ വെച്ചതല്ല, മുളച്ചതാണ്. അപ്പോൾ അത് വളർന്ന് ഗ്രോ ബാഗിലെ ആ വളം മുഴുവനും ഉപയോഗിച്ച് വളർന്ന് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലോണം പൂവിട്ടു. ഇക്കൊല്ലം തന്നെ 3 സീഡ് പോഡും കിട്ടി. ഇത് എൻ്റെ അടീനിയം കുട്ടികളാണ്. ഈ അടീനിയം കുട്ടികൾ കവറെല്ലാം പൊട്ടി, കവർ എനിക്ക് തൊടാൻ വയ്യ, തൊടുമ്പോൾ തന്നെ അതാ പൊട്ടിപ്പോകണം. അതിൽ മുഴുവനും തൈകളാണ്. ഇതെല്ലാം മഴയത്ത് നിൽക്കട്ടെ, അതിനൊന്നും ഒരു കേടുവരില്ല. ഈ മഴയത്ത് ഇത്രയും തിക്കായിട്ടുള്ള മണ്ണ് ഹാർഡാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കുറച്ച് ഗ്രാഫ്റ്റും ഉണ്ട്, അതേപോലെ ഓർഡിനറി ഉണ്ട്. ഗ്രാഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആളും മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ചെടികളെല്ലാം മഴയത്തിരിക്കുന്ന ചെടികളാണ്. അധികം സിംഗിൾ പെറ്റലുണ്ട്, പിന്നെ ഗ്രാഫ്റ്റും ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ വലിയ ചെടികൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പല സ്ഥലത്തും വെള്ളത്തിൻ്റെതുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ ചെടികൾ ഇരിക്കുന്നുണ്ടാവും. ഇത് നല്ലൊരു സൂപ്പർ അറബിക്കാണ്, അറബിക്കം ചെടി. അതിൻ്റെ കട നിങ്ങൾ കാണുന്നുണ്ടാവും, കവറിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ കവറിൽ അറബിക്ക കവർക്ക് നല്ല ഗ്രോത്ത് കിട്ടും കേട്ടോ. ഇത് ഫുൾ സാധാരണ മണ്ണ് മാത്രം, വെറും മണ്ണ് മാത്രം നട്ടാണ്. ഇത് നല്ല ഹാർഡാണ്. ഇപ്പോൾ ഈ മണ്ണ് വളരെ ഹാർഡായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ വെള്ളം മണ്ണ് കുടിച്ചാലും പെട്ടെന്ന് തന്നെ വാർന്നു പോകും സൈഡിലൂടെ. വേര് ഫുള്ള് സെറ്റായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, വാമിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് വേര് ഫുള്ള് സെറ്റാവും എന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാം മഴയത്തിരിക്കുന്ന ചെടികളാണ്. അതുകൊണ്ട് അതിന് അതിൻ്റെ ഇലപ്പരപ്പുകൾ താങ്ങാൻ വയ്യാതെ ചെടി ചെരിഞ്ഞു. ഇതെല്ലാം വലിയ ഏകദേശം ഒരു 8-10 വർഷത്തോളം പഴക്കമുള്ള ചെടികളാണ് കേട്ടോ. ഇതൊന്നും എനിക്ക് താഴേക്ക് എടുത്തു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ചുവന്ന മണ്ണ് മാത്രമേ, 1-2 കുറച്ചെണ്ണത്തിൽ മാത്രമേ വളമുള്ളൂ. ബാക്കിയൊക്കെ ചുവന്ന മണ്ണിൽ ചെയ്തുകൊണ്ട് അതെല്ലാം നല്ല ഫുള്ള് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ്.